ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പൂസ് യാത്രികൻ്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഇന്ത്യക്കാർക്ക് വളരെ ഏറിയ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് നമ്മൾ കയറുന്ന സ്ഥലത്തുള്ള ആ ഒരു ഇമിഗ്രേഷനും ആ എയർലൈൻസുകാരുടെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ ഉണ്ടല്ലോ, അമ്മാതിരി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ചെന്നിറങ്ങുന്നത്, അതായത് നമ്മൾ ലാവോസിലാണ് പോകുന്നത്. ലാവോസിൽ ചെന്നിറങ്ങുന്നതിൻ്റെ ആ ഒരു ഇമിഗ്രേഷൻ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ലാവോസ് ഇമിഗ്രേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഷോ മണിയൊക്കെ ഇവിടെ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ ഷോ മണിയൊക്കെ കാണിക്കണം. അതും കുറച്ച് എമൗണ്ടൊന്നും കാണിച്ചാൽ പോരാ, കുറച്ചധികം എമൗണ്ടൊക്കെ കാണിക്കണം. റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, കൺഫേംഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിങ്സ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട്, നേരത്തെ ഇതെല്ലാം ഉണ്ടായിരുന്നിരിക്കണം, പക്ഷേ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കുന്നു എന്നാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ലാവോസ് യാത്ര, ഒരു ടൂറിസ്റ്റ് യാത്ര, നിങ്ങൾ ടൂറിസത്തിന് പോകാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക. എന്തെങ്കിലുമൊക്കെ ഇതിൽ പറയുന്ന വിവരങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയേക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാങ്കോക്കിലാണുള്ളത്. ബാങ്കോക്കിൽ ഇവിടുത്തെ സമയം രാത്രി 8:50 എൻ്റെ ഫ്ലൈറ്റ്. ലാവോസ് എയർലൈൻസ് എന്ന് പറയുന്ന ലാവോസിൻ്റെ നാഷണൽ കാരിയറിലാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ലാവോസ് വരെയുള്ള ആ ഒരു ഫ്ലൈറ്റിൽ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തായ്ലൻഡിൽ നിന്ന് തന്നെ നമുക്ക് ട്രെയിനിലും ഒക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ട്രെയിൻ പോകുമ്പോൾ ലാൻഡ് ബോർഡർ വഴി പോകുന്ന സമയത്ത് ഇമിഗ്രേഷൻ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആണെന്നും, അത് ഭൂരിപക്ഷം ആൾക്കാർ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ എല്ലാം ഡീപ്പോർട്ടല്ല, അവരെ തിരിച്ചു വിടുക. ഈ തായ്ലൻഡ് ബോർഡറിൽ നിന്ന് അവരെ തിരിച്ചു വിടുന്നുണ്ടെന്നാണ് ഒരുപാട് വീഡിയോസിൽ അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ല. അവർ തിരിച്ചു വിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ ഫ്ലൈ ചെയ്ത് പോകാൻ പറഞ്ഞിട്ടാണ് അവരെ തിരിച്ചു വിടുന്നത്. അപ്പോൾ അതേ പ്രകാരമാണ് ഞാൻ ട്രെയിൻ എടുക്കാണ്ട് ബാങ്കോക്ക് എയർപോർട്ട് വഴി പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെയും സീന് കുറച്ച് ഡാർക്കാണ്. അപ്പോൾ കുറച്ച് സമയം എനിക്ക് നിൽക്കേണ്ടി വന്നു. ഇവിടെ നമ്മുടെ കയ്യിലുള്ള സോളിഡ് ക്യാഷൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഹോട്ടൽ ബുക്കിംഗ് സംഭവങ്ങളെല്ലാം കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അവർ കുറേ ഈ ഡിസ്കഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ അല്ലാണ്ട് ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനെ വിളിച്ച് ചോദിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് ഡിസ്കഷൻസും ഒക്കെ നടത്തി. അപ്പോൾ അങ്ങനെ കുറച്ച് ടഫായിരുന്നു സംഭവങ്ങളെന്ന് പറയുന്നത്. അപ്പം ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ കൂടെ പറ്റുവാണെങ്കിൽ ലാവോസ് എയർലൈൻസ് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ, അത് എങ്ങനെയുണ്ട്, അവരുടെ ഫെസിലിറ്റീസും കാര്യങ്ങളും എങ്ങനെയുണ്ട്, ഫുഡ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് വഴിയെ കാണാം. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ D8 ആണ് എനിക്ക് ഇവിടെ ഈ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പർ കിട്ടിയിരിക്കുന്നത്. അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, സോളിഡ് ക്യാഷ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇമിഗ്രേഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചോദിച്ചില്ല. തായ് ഇമിഗ്രേഷനിൽ അവർ ജസ്റ്റ് പാസ്പോർട്ട് നോക്കി സ്റ്റാമ്പ് ചെയ്ത് സീലടിച്ച് തരുമായിരുന്നു, എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ച് തരുമായിരുന്നു. എയർലൈൻ സ്റ്റാഫ് നല്ലോണം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് അവിടെയാണ് ഈ പറഞ്ഞ ഇമിഗ്രേഷൻ ഓഫീസേഴ്സുമായിട്ട്, അതായത് ലാവോസ് ഇമിഗ്രേഷൻ ഓഫീസേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ നേരിട്ട് സംസാരിച്ചില്ല, എയർലൈൻ സ്റ്റാഫ് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ എന്നെ കുറച്ച് സമയം അവിടെ പിടിച്ച് നിർത്തി. അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു ഫോം തന്നിട്ട്, അത് വേറൊന്നല്ല സംഭവം, എന്നെ അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുവാണ്, എന്നെ കയറ്റുന്നില്ല എങ്കിൽ അതിൽ ലാവോസ് എയർലൈൻസിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. എനിക്ക് ലാവോസ് എയർലൈൻസിന് ഒന്നും അവരെ അതിൽ ഉത്തരവാദികളാക്കാൻ പറ്റില്ല. ഞാനൊന്നും അവരോട് ക്ലെയിം ചെയ്യാനായിട്ട് എന്നെ കയറ്റിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ക്യാഷ് റീഫണ്ട് വേണം, ടിക്കറ്റ് ചാർജ് റീഫണ്ട് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലാവോസ് എയർലൈൻസിന് ഞാൻ കാരണം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം നമ്മുടെ കയ്യിൽ നിന്ന് ഫില്ല് ചെയ്ത് വാങ്ങുമായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഗേറ്റിൽ വരുന്നതിന് തൊട്ട് മുന്നേ എയർലൈൻ സ്റ്റാഫ് വീണ്ടും നമ്മുടെ കയ്യിൽ എത്ര ഡോളറുണ്ട് അതവർക്ക് നേരത്തെ അറിയാം, അത് അവർക്ക് കൗണ്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എങ്ങനെയുണ്ടെന്ന് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളും ആ ഒരു റിവ്യൂവും ആ ഒരു സർവീസും ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് നോക്കാം. അത് കഴിഞ്ഞ് അവിടെയുള്ള ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളും ഒന്നുകിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എയർപോർട്ടിൽ വെച്ച് തന്നെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ റൂമിൽ ചെന്നിട്ട് ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഫ്ലൈറ്റിൻ്റെ അകത്താണ്. നമ്മുടെ നാട്ടിലെ ഇൻഡിഗോയൊക്കെ പോലുള്ള ഒരു ഫ്ലൈറ്റിൻ്റെ ആ ഒരു സെറ്റപ്പേ ഉള്ളൂ. പിന്നെ സീറ്റ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു ഇൻഡിഗോയെ വെച്ചെന്ന് പോയി കഴിഞ്ഞാൽ. അല്ലാതെങ്കിൽ സാധാരണ ഇൻഡിഗോയുടെയൊക്കെ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഫ്ലൈറ്റിനുള്ളത്. പിന്നെ കുറച്ച് കൺജസ്റ്റഡ് ആണെന്ന് തോന്നി. ഞാൻ കാണിച്ചു തരാം. അവിടെ നിങ്ങൾക്ക് സീറ്റിൻ്റെ ആ ഒരു കാല് വെക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം.
കുറച്ചൊരു കൺജസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ മുട്ട് ചെറുതായിട്ടൊന്ന് തട്ടും. ഹൈറ്റുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടെ താഴെ പൗച്ചിൽ ഇൻഡിഗോ എയർലൈൻസ് അതിലൊക്കെ കാണുന്ന പോലത്തെ മിയാങ് ലവ് എന്ന പേരിൽ ഇവരുടെ ഒരു മാഗസീൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ലാവോസ് എയർലൈൻസ് ഫ്ലൈ ചെയ്യുന്ന ഡെസ്റ്റിനേഷനും അവിടെയുള്ള മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളും അവരുടെ സിഗ്നേച്ചർ ഡിഷസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഉള്ളത്. ഇവിടെയുള്ള ഫെസ്റ്റിവൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഏകദേശം 1 മണിക്കൂറുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്കൊരു സ്നാക്ക് ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു സ്വീറ്റ് കേക്ക് പോലത്തെ ഒരു സംഭവം, മഫിൻ്റെയൊക്കെ ഒരു വലിയ സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു സംഭവവും പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ചെറിയ ബർഗറുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ വെള്ളവും അവൈലബിൾ ആയിരുന്നു. വെള്ളമൊക്കെ നമുക്ക് യഥേഷ്ടം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത്രയൊക്കെയാണ് ഈ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ലാൻഡിങ്ങുമായി. രാത്രിയാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്യുന്നത്. ട്രെയിനും അവൈലബിൾ ആണ് കേട്ടോ, നമ്മൾ ഫ്ലൈറ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സക്സസ്ഫുള്ളി ലാവോസിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. ഇമിഗ്രേഷനിൽ, നമ്മുടെ ലാവോസിലെ എയർപോർട്ടിലെ ഇമിഗ്രേഷനിൽ എന്താ പറയുക, അതിശയം തന്നെ പറയാം. യാതൊരു കാര്യങ്ങളും ചോദിച്ചില്ല. ഒരു വിസ ഫീസ് വാങ്ങിച്ചു. പാസ്പോർട്ടിൽ ഇവർ സ്റ്റിക്കർ വിസയാണ്, സ്റ്റാമ്പല്ല, സീലല്ല, ഒരു സ്റ്റിക്കർ വിസയും ഒട്ടിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. വിചാരിച്ച പോലെ യാതൊന്നും ചോദിച്ചില്ല. ആ ബാങ്കോക്ക് എയർപോർട്ടിൽ വച്ച് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു അവർ അവിടെ നിന്ന് തന്നെ ഇവിടെ ഉള്ളവരെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ, കാരണം ഫ്ലൈറ്റിൽ ഞാൻ ഒരാളെ ഇന്ത്യക്കാരൻ 2 പേരുണ്ടായിരുന്നു. എന്നെ കൂടാണ്ട് വേറെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ഒരു മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ അയാളുടെ ആ ഒരു ഇൻറ്റൻഷൻസ് ജെന്യുവൻ അല്ല എന്ന് തോന്നിയിട്ട് അവർ പുള്ളിയെ ബോർഡിങ് ഡിനൈ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ മാത്രമേ ഇന്ത്യക്കാരനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പൊതുവെ ഫ്ലൈറ്റിലും അങ്ങനെ ആളും തിരക്കൊന്നുമില്ലായിരുന്നു, ഒരുപാട് സീറ്റൊക്കെ വേക്കൻ്റ് ആയിരുന്നു. അപ്പം ഇവിടെ എയർപോർട്ടിൽ വന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ യാതൊന്നുമില്ല. ഞാൻ 2 ഫോം ഫില്ല് ചെയ്യണം. ആ ഫോം ഇമിഗ്രേഷൻ ഫോമും പിന്നെ അറൈവൽ ഡിപ്പാർച്ചർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന വേറൊരു ഫോമും. ഇത് രണ്ടും ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്ത്യൻ പാസ്പോർട്ടാണോ എന്ന്. ഒരു ഇമിഗ്രേഷൻ ഓഫീസർ വന്ന് ചോദിച്ചു, ഇന്ത്യൻ പാസ്പോർട്ടാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു ബെല്ലടിച്ചു. കാരണം പണി പാളി എന്നാണ് തോന്നുന്നത്. ചിലപ്പം എൻട്രി ഡിനൈ ചെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ രാത്രി 10 മണിക്കാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പം ഇവിടെ ഡിനൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ആകെ ഒരു കച്ചടയാവും. അപ്പോൾ പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. നേരെ കൗണ്ടറിൽ ചെന്നു, ഫീസ് അടച്ചു. അവർ റിട്ടേൺ ഫ്ലൈറ്റ് ബുക്കിംഗ് ചോദിച്ചില്ല, ഹോട്ടൽ ബുക്കിംഗ് ചോദിച്ചില്ല, യാതൊന്നും ചോദിച്ചില്ല. പക്ഷേ ഇതെല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ ബാങ്കോക്കിലെ ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ സമയത്ത് ഫ്ലൈറ്റിൻ്റെ ആ സ്റ്റാഫ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇവിടെ അതൊന്നും ചോദിക്കാത്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ തന്നെ നേരെ പുറത്തിറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് കൗണ്ടേഴ്സുണ്ട്. സിമ്മിൻ്റെ ഒരു 4-5 കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു യൂണിറ്റെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, അതാണ് കമ്പാരിറ്റീവ്ലി റേഞ്ചും കവറേജും ഒക്കെ ഉള്ളതെന്നാണ് മനസ്സിലായത്. അപ്പം അതിൻ്റെ ഒരു സിം എടുത്തിട്ടുണ്ടായിരുന്നു. $7 ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തായ്ലൻഡ് കറൻസി ഇവിടെ അക്സെപ്റ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 120 ബാത്താണ് കൊടുത്തത്. എൻ്റെ കയ്യിൽ കുറച്ച് തായ്ലൻഡ് കറൻസി ഉണ്ടായിരുന്നു, ബാത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് ഞാൻ സിം എടുത്തു. സിം 5 ദിവസത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി. 10 GB ആണ് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ കോള് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അത് ഇല്ലെന്നാണ് തോന്നുന്നത്. അല്ലാതെ പെർ ഡേ എത്രയോ സമയം എങ്ങാണ്ട് നമുക്ക് കോളർ ആ ഒരു ടൈം കിട്ടുമെന്നാണ് പറയുന്നത്. വോയിസിൻ്റെ ആ ഒരു ടൈം കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അല്ലാണ്ട് മണി എക്സ്ചേഞ്ച് കൗണ്ടേഴ്സ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടില്ല എയർപോർട്ടിൽ. ഒരു ചെറിയ എയർപോർട്ടാണ്. ആ കയറി ചെല്ലുന്ന സ്ഥലമൊക്കെ വളരെ ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, തിരക്ക് വളരെ കുറവാണ്. അപ്പം മണി എക്സ്ചേഞ്ച് ഒന്നും കണ്ടില്ല. പക്ഷേ ഈ സിം എടുത്ത സ്ഥലത്ത് തന്നെ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ബാത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അത് കൊടുത്തപ്പോൾ എനിക്ക് ഏകദേശം ഞാൻ 500 ബാത്താണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഇൻ്റർനെറ്റിലെ റേറ്റ് ഇന്നിപ്പോൾ April 15, 2025 ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 3,23,000 ലാവോ കിപ്പ്. അതാണ് ഇവിടുത്തെ കറൻസി. അത് നമുക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എയർപോർട്ടാകുമ്പോൾ നിങ്ങൾക്കറിയാലോ കാര്യങ്ങൾ, ഇതുപോലെ മണി എക്സ്ചേഞ്ചൊക്കെ കുറച്ച്
ഡിഫറൻസ് ആണ് റേറ്റ് പുറത്ത് നിന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയത് 3,13,000 ആണ്. 3,10,000 ആണ് കിട്ടിയത്. 13,000 കിപ്പിൻ്റെ ഒരു ഡിഫറൻസ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എത്തിയ സമയം, ഞാൻ പൊതുവേ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏത് ഉണ്ടെന്ന് നോക്കി എൻ്റെ ഹോസ്റ്റലിൽ എത്താൻ വേണ്ടി അതാണ് ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം ഞാൻ എത്തിയത് ഇവിടുത്തെ രാത്രി 10:30 മണിക്കാണ്. ഇവിടെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ എല്ലാം ഈ ഓൺലൈൻ ടാക്സി സംഭവങ്ങളൊക്കെ വളരെ കുറവാണ്. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ തായ്ലൻഡ്, വിയറ്റ്നാം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഗ്രാബ്, ബോൾട്ട് അങ്ങനെയൊക്കെ പറയുന്ന ടാക്സി ആപ്പുകളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഇവരുടേതായിട്ടുള്ള ഒരു ആപ്പുണ്ട്. അത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇവിടുത്തെ ടാക്സിക്കാരുടെ എല്ലാം ഒരു ചേർന്നുള്ള ഒരു ആപ്പാണത് സംഭവം. അത് ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു. പക്ഷേ അത് ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ വന്ന ഉടനെ തന്നെ ഈ പറഞ്ഞ കറൻസി എക്സ്ചേഞ്ച് സിമ്മും എടുത്തു. കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഉള്ള എയർപോർട്ടിലുണ്ടായിരുന്ന ഒരു ടാക്സി കൗണ്ടറിൽ ഞാൻ ടാക്സി എടുക്കുമായിരുന്നു അവിടെ നിന്ന്. അതെനിക്ക് ചിലവായത് 1,54,000 ലാവോ കിപ്പാണ്. ഏകദേശം $7 അത് വരുന്നത്. എയർപോർട്ടിൽ നിന്ന് ഒരു 7-8 കിലോമീറ്ററാണ് ഈ ഹോസ്റ്റലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അത് 610 രൂപ എങ്ങാണ്ടാണ് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത്രയും രൂപ എടുത്തു. വണ്ടിയൊക്കെ നല്ല വണ്ടിയാണ്, കാറ് നല്ല കംഫർട്ടായിട്ടൊക്കെ വരാൻ പറ്റി. പിന്നെ ഹോസ്റ്റല് ഞാനൊരു പ്രൈവറ്റ് റൂമാണ് എടുത്തത്. ഇവിടെ ഡോർമിറ്ററി അവൈലബിൾ ആണ്. 800 രൂപ, 600 രൂപ, 500 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇവിടെ ഡോർമിറ്ററി അവൈലബിൾ ആണ്. ഡോർമിറ്ററിയിൽ ബെഡ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ അതെല്ലാം എടുത്താൽ ഞാനൊരു ഹോസ്റ്റലിൽ തന്നെ ഉള്ള ഒരു പ്രൈവറ്റ് റൂമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് എനിക്ക് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 2,300 രൂപയാണ് ചിലവായിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലാവോസിലെ ഫസ്റ്റ് ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ, ഈ പറഞ്ഞ ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ഫ്ലൈറ്റ്, ഷോ മണി, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് കൊണ്ടുപോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻട്രി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കും. കുറച്ച് ബുദ്ധിമുട്ടാണ് സംഭവം. ഇപ്പോൾ ലാവോസ് കുറച്ച് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.